വിശദമായ വാർത്തകളിലേക്കാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശസ്ത്രക്രിയയ്ക്ക് കുടുങ്ങിയ പുന്നപ്ര സ്വദേശി ഉഷയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഉഷ. 5 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയിൽ വയറ്റിൽ കുടുങ്ങിയ കത്രിക കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിനയാര ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചികിത്സാ പിഴവുകൾ ഇപ്പോൾ ഒരു തുടർക്കഥയാവുകയാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക കുടുങ്ങിയ പുന്നപ്ര സ്വദേശിയെയാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മെഡിക്കൽ കോളേജുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിക്കുന്നതായുള്ള വാർത്തകളടക്കം പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി പുന്നപ്ര സ്വദേശി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 5 വർഷം മുൻപ് 2021 മെയ് 5-നാണ് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഗർഭപാത്രത്തിലെ മുഴ നീക്കുന്നതിനായി ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത് പുന്നപ്ര സ്വദേശിയായിട്ടുള്ള ഉഷ ജോസഫ് 2021-ലാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കഠിനമായിട്ടുള്ള വയറുവേദന അടക്കം തന്നെ അനുഭവപ്പെടുന്നു. പല തവണയായി ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നു. പക്ഷെ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് വയറ്റിൽ മൂത്രത്തിൽ കല്ലായതുകൊണ്ടാണ് ഈ ഒരു വേദന അനുഭവപ്പെടുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ തിരിച്ചയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. അതിനുശേഷമാണ് പിന്നീട് എക്സ്റേ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഈ എക്സ്റേ എടുത്ത സമയത്താണ് വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിക്കിടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി 2021 ശസ്ത്രക്രിയ നടന്നതിനു ശേഷം നിലവിൽ ഇപ്പോഴും ഈ 5 വർഷമായ വയറ്റിൽ തന്നെ കത്രിക കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്, കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ KC വേണുഗോപാൽ അടക്കം തന്നെ ഈ ഉഷയെ വിളിച്ച് സംസാരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മാധ്യമങ്ങളോട് ഉഷ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്താമെന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു വിശദീകരണം എന്നായിരുന്നു ഉഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഈ വാർത്ത ആരോടും പറയരുത് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞതായും ഉഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഉഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് താൻ ഇനി ഒരിക്കലും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോവില്ല, തനിക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വേണം, നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നൊരു ആവശ്യം ഉഷ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് KC വേണുഗോപാൽ MP ഉഷയെ വിളിക്കുകയും ഉഷയെ പിന്നീട് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തന്നെ ആംബുലൻസ് വിട്ടയക്കുകയും ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി 1 മണിയോടുകൂടിയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ഉഷയെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഉഷ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ശസ്ത്രക്രിയ നടക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് വിദഗ്ധ ഡോക്ടർ അടക്കം തന്നെ പരിശോധന നടത്തും. ഈ പരിശോധന നടത്തിയ ശേഷം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ശസ്ത്രക്രിയ നടത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് ഇന്നായിരിക്കാം അല്ലെങ്കിൽ നാളെ ആയിരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ ഡോക്ടർക്കെതിരെയും മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെയും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം തന്നെ പരാതി നൽകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത് ആദ്യത്തെ സംഭവമല്ല. മെഡിക്കൽ കോളേജിന് ഇത്തരത്തിലൊരു പിഴവ് സംഭവിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതൊരു തുടർക്കഥയാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഹർഷീനയുടെ സംഭവം മുതൽ വയനാട്ടിൽ നിന്നും വയറ്റിൽ നിന്നും പഞ്ഞി കുടുങ്ങിയ സംഭവം, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള എണ്ണി പറയാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിനെതിരെ അല്ലെങ്കിൽ ആശുപത്രിക്കെതിരെ ഉയരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഹർഷീനയുടെ കേസിൽ ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പിഴവ് ആവർത്തിക്കാനുള്ള ഇടയുണ്ടാകില്ല. പക്ഷേ അതിലും ഇപ്പോഴും കേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹർഷീനയ്ക്ക് നഷ്ടപരിഹാരമൊന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യം. ഇതിനിടയിലാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഉഷ അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്
പറയുന്നത് ഓരോ തവണയും തനിക്ക് കഠിനമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുന്നു. താൻ ആശുപത്രിയെ സമീപിക്കുന്നു, ചികിത്സ തേടുന്നു, പല മരുന്നുകൾ കഴിക്കുന്നു, ഇഞ്ചക്ഷനുകൾ എടുക്കുന്നു. പക്ഷേ എന്തിനാണ് ഈ ഒരു മരുന്ന് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് മൂത്രത്തിൽ കല്ലായതുകൊണ്ടാണ് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. താൻ പലപ്പോഴും മൂത്രമൊഴിക്കുമ്പോഴടക്കം തന്നെ രക്തം പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഡോക്ടർമാരോട് താൻ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഡോക്ടർമാർ ഈ ഒരു കാരണം പറഞ്ഞ് തന്നെ തിരികെ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജിൽ അടക്കം പോകുന്നു, പിന്നീട് സ്കാനിങ് അടക്കം തന്നെ ചെയ്തു. പക്ഷേ അതിലൊന്നും തന്നെ ഈ ഒരു പിഴവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഉഷ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് എക്സ്റേ അടക്കം തന്നെ എടുക്കുന്നത്. ഈ എക്സ്റേയിലാണ് കത്രിക കുടുങ്ങിയ സംഭവം അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം അടക്കം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും വരുന്നത്. പിന്നീട് അത് പുറത്ത് പറയരുതെന്ന ആവശ്യം ഉഷയ്ക്ക് കുടുംബത്തിന് മേൽ വെക്കുന്നു. തിങ്കളാഴ്ച തന്നെ ശസ്ത്രക്രിയ നടത്തിയത് പുറത്തെടുക്കാം, അതുവരെ ഇത് ആരോടും പറയരുത് എന്നടക്കം തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നാണ് ഉഷ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയെങ്കിലും ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് തെളിയിക്കുന്ന കാര്യം തന്നെയാണ് തുടരെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി, വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചികിത്സാ പിഴവുകൾ ഒരു തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ്. കത്രിക കുടുങ്ങുന്നു, പഞ്ഞി കുടുങ്ങുന്നു, ഗൈഡ് വയർ കുടുങ്ങുന്നു, ഇങ്ങനെ സംഭവങ്ങൾ നിരവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ കത്രിക കുടുങ്ങിയ പുന്നപ്ര സ്വദേശിയായ ഉഷ എന്തായാലും വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അമൃത ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഉഷ. 5 വർഷം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയിലാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയത് കണ്ടെത്തുന്നത്. എക്സ്റേ പരിശോധനയിലാണ് ഇത്തരത്തിൽ കത്രിക കുടുങ്ങി കിടക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നടപടികൾ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനിയ രാജാണ്.